2015 കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ വിജയിച്ച ചിത്രങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഹിറ്റായ ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രേമം. ഏകദേശം 60 കോടിയോളമാണ് പ്രേമത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. ചെന്നൈയിലെ തിയേറ്ററുകൾ 230 അല്ലെങ്കിൽ 250 ദിവസങ്ങളോളം പ്രേമം കളിച്ചെന്ന് പറയുന്നത് മലയാളത്തിലെ സർവ്വകാല റെക്കോർഡാണ്. മറ്റൊരു ഭാഷയിൽ ചിത്രം ഇത്രയും വിജയം നേടിയിട്ടില്ല. ഹാങ് ഓവർ തീരുന്നതിന് മുമ്പ് തന്നെ 2016 വർഷം ഫെബ്രുവരി മാസം നിവിൻ പോളി തന്റെ ആദ്യത്തെ ചിത്രവുമായി വരികയാണ്. ഫെബ്രുവരിയിലെ ആദ്യത്തെ റിലീസാണ്. അതെ, ഞങ്ങൾ സംസാരിക്കുന്നത് നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജുവിനെ കുറിച്ചാണ്. നിവിൻ പോളി തന്റെ കരിയറിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷനിൽ അവതരിക്കാൻ പോകുന്ന ചിത്രമാണ് എബ്രിഷൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രമെന്നാണ് പ്രേക്ഷകരെ അല്ലെങ്കിൽ ആരാധകരെ ഇതിലേക്ക് തിരിക്കുന്നത്. നിവിൻ പോളി മീശ വയ്ക്കുന്ന രംഗവും ഇതിന്റെ ട്രെയിലറോടനുബന്ധിച്ച് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സ്വപ്നസഞ്ചാരി എന്ന ജയറാം ചിത്രത്തിലൂടെ മലയാളിക്ക് പരിചിതമായ അനു ഇമ്മാനുവൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ നിവിൻ പോളി ചിത്രം. ഓം ശാന്തി ഓസാന്റെ സംവിധാനം ജൂഡ് ആന്റണി ജോസഫ് ചിത്രത്തിൽ പ്രധാനമായപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുവെന്നും ഒരു പ്രത്യേകതയെ കണക്കാക്കാം. LJ ഫിലിംസിന്റെ ബാനറിൽ നിവിൻ പോളി ആദ്യമായി നിർമ്മാണ സംരംഭം നടത്തുന്ന ഒരു ചിത്രം കൂടിയാണ് എബ്രിഷന്റെ ആക്ഷൻ ഹീറോ ബിജു. ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയത് എബ്രിഷൈൻ എന്ന സംവിധായകനും അതായത് ചിത്രത്തിന്റെ സംവിധായകനും മുഹമ്മദ് ഷഫീഖും ഒരുമിച്ചിരുന്നാണ്. ഇത്രയുമാണ് ചിത്രത്തെക്കുറിച്ച് ടെക്നിക്കലായി പറയാവുന്ന കാര്യങ്ങൾ. പിന്നെ കടന്നു വരുന്ന ചിത്രത്തിലെ പ്രേക്ഷകർ ചിത്രത്തിലേക്ക് അർപ്പിച്ചിരിക്കുന്ന മൊത്തം പോയി. പിന്നെ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രത്തിന്റെ ട്രെയിലറും പിന്നെ ആ 2 ഗാനരംഗങ്ങളും അമേസിംഗ് ആണ്. അത് അടിപൊളിയാണ്. അത് യൂട്യൂബിൽ വമ്പ ഹിറ്റാണ്. ഒരു നിവിൻ പോളി ചിത്രത്തിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എല്ലാ ചേരുവയും ഒത്തിണങ്ങിയ ചിത്രമാണ് എബ്രിഷൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു എന്നതാണ് അണിയർ പ്രവർത്തകത്തിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ. ചിത്രം കലക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം അതിന്റെ ട്രെയിലർ അത്രത്തോളം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ട്രെയിലറാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രം അടിച്ചു പൊളിക്കും. പ്രേമത്തിന്റെ സെക്കൻഡ് പാർട്ട് ആവട്ടെ, അല്ലെങ്കിൽ പ്രേമത്തെക്കാൾ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അവൻ പറഞ്ഞ ഞാൻ അനുയോജിക്കുന്നു. ചിത്രം വളരെ ഹിറ്റായി മാറുമെന്നാണ് എന്റെയും ഒരു കണക്ക് കൂട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. കാരണം എബ്രിഷൻ 93 എബ്രിഷൻ ചേർന്ന ചിത്രം കൂടിയാണല്ലോ ഇത്. ഫെബ്രുവരി 4 ചിത്രത്തിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ മാസത്തെ ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ റിലീസാണ് ആക്ഷൻ ഹീറോ ബിജു തിയേറ്ററിൽ എത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി മാസം ആദ്യം തിയേറ്ററുകളെ കുത്തി നിറയ്ക്കാൻ പോകുന്നത് നിവിൻ പോളിയുടെ ഈ ചിത്രം തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം നിവിൻ പോളിക്ക് ഇന്ന് പ്രേക്ഷകർക്കിടയിൽ അത്രയും പ്രതീതിയാണ് നിവിൻ പോളി കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ, അതായത് പ്രേമത്തെ കവച്ചു വിടും അല്ലെങ്കിൽ പ്രേമത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ ഈ ചിത്രം മാറുമ്പോൾ നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിച്ച് മനസ്സിലാക്കാം. തിയേറ്ററിന്റെ ഓരോ സ്പന്ദനവും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചിത്രം നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്.